ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. കാണുമ്പോൾ നമുക്ക് കുത്തിപ്പൊടിച്ച് കാച്ചണ നമ്മൾ പരിപ്പ് കറി ഉണ്ടല്ലോ, തൃശ്ശൂർക്കാരുടെ സ്റ്റൈൽ പരിപ്പ് കറി എന്ന് പറയും. പക്ഷേ ഇത് അതിനേറ്റവും ടേസ്റ്റോടുകൂടി കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് മാറ്റം വരുത്തി അതേസമയം നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പ് കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടാൽ മാത്രം പോരെ, ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്കിന്നൊരു വെറൈറ്റി പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. വെറൈറ്റി പരിപ്പ് കറി ഞാൻ എന്നും ചെയ്യണേറ്റും കുറച്ചും കൂടി വ്യത്യാസമായ രീതിയാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാട്ടോ ഒരാളിങ്ങനെ വെക്കണത്. പേരൊന്നും ഞാൻ എടുത്ത് പറയണില്ല. അപ്പോൾ എനിക്കതങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് തോന്നിയിട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, എന്തൊക്കെയോ ഒരു മാറ്റം തോന്നി. അപ്പം നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്, കാണാത്തവർ ഇപ്പോൾ ഈ പരിപ്പ് കറി വെക്കണ വിധം കാണാത്തവർ കുറേ പേരുണ്ടാവില്ല, അവർക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് നല്ല രസമുള്ള ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ ഇത് ഞാൻ പരിപ്പ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ്. പരിപ്പ് ഒരുവിധം നന്നായിട്ടൊന്ന് ഉടയണം, വെന്ത് തന്നെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇങ്ങനെ നമ്മൾ ഉള്ളിമുളകൊക്കെ ചതക്കണതുണ്ടല്ലോ, അതിലിട്ട് ചതക്കണം. മിക്സിയിലിട്ട് ചെയ്തണേറ്റും എനിക്ക് ടേസ്റ്റ് തോന്നി ചതച്ചെടുത്തപ്പോഴാണ്. അപ്പോൾ ഇത് അതിനായിട്ട് കുറച്ച് ഉള്ളി വേണം, ഉള്ളി കുറച്ചധികം വേണം കേട്ടോ. പിന്നെ ഇഞ്ചി വേണം. പൊതുവേ ഞാൻ പരിപ്പ് കറിയിൽ നിന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇഞ്ചി ഒന്നും ഇവിടെ ആഡ് ചെയ്യാറില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ വെളുത്തുള്ളി വേണം, വെളുത്തുള്ളിയും കുറച്ചധികം വേണം കേട്ടോ. പിന്നെ കറിവേപ്പില ചതയ്ക്കാനല്ല, ഇതൊക്കെ കൂടി ഒന്ന് ആദ്യം നമ്മുടെ കുത്തിമുളക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഈ ചതയ്ക്കണത് ഇത്തിരി ചെറുതാണ്, അപ്പോൾ ഒന്നിച്ചിട്ട് എനിക്ക് ചതയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ കുത്തിമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചതച്ചെടുക്കണത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതന്നെ ചതച്ചപ്പോൾ നല്ല മണാട്ടോ. ഇത് മാത്രം മതി ചോറുണ്ട, നല്ല രസം. ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്ത, കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം. പക്ഷെ നമുക്കത് പരിപ്പൊന്ന് കാച്ചിയെടുക്കാം. നല്ല മണമാണ്. എന്താ പറയുക, ചതയ്ക്കുമ്പോൾ ഇങ്ങനെ മണം വന്നിട്ട് ഞാൻ ഇത്തിരി ചോറ് എടുത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം, ഇത്തിരി ഉപ്പ് ഇടണം, എന്നിട്ട് ഇങ്ങനെ ഞരട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്. അപ്പം നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. ഇനി ഇപ്പം കാച്ചാനായിട്ട് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ. ഓയിലൊന്നും കൊണ്ടൊഴിച്ച് നമ്മുടെ കറി നാശാക്കരുത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പം നമ്മുടെ ചീഞ്ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ അധികം ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, അത്രയും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മുളകും കുത്തിമുളകും പിന്നെന്താ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉള്ളിയൊക്കെ ഇത്തിരി അധികം വേണം, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലും എടുക്കുമ്പോൾ കുറച്ചധികം എടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാതും ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം, എന്നാലാണ് ആ മണക്കൊന്ന് നമുക്ക് നന്നായി കിട്ടുള്ളൂ നമ്മുടെ കറിയിലേക്ക്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. പിന്നെ അതേപോലെ കുത്തിമുളക് ചില സമയത്ത് നല്ല എരിവുള്ളതാവും നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് കുറയ്ക്കുക. എനിക്കിപ്പോൾ അധികം ഭയങ്കര എരിവൊന്നുമില്ല, അത് കാരണം ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്തത്. നിങ്ങളുടെ അടുത്തുള്ളത് നല്ല എരിവാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവ് കുറച്ചുള്ളൂ കേട്ടോ. ഇത്ര മതി കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രൗൺ നിറമായി ഇതാവണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഇതിലേക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാട്ടാ, അത് ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു പ്രത്യേക മണമാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കാരണം ഒരു പ്രത്യേക മണമുണ്ട്. അപ്പം നമ്മുടെ ഈസി പരിപ്പ് കറിയാണിത് കേട്ടോ. കഷ്ണമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കൽ മാത്രം പോലെ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റും വേണം. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പ് കറിയാണ്. അപ്പം ഇനി ഇതിലൊന്ന് കിടന്ന് ഒന്ന് തിളക്കട്ടെ കേട്ടോ.
അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അത് കിടന്ന് നന്നായി തിളയ്ക്കണം, അതാണ് ഒരു ടേസ്റ്റ്. പിന്നെ പരിപ്പ് നന്നായി വേവും ചെയ്യണം കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പ് കറിയാണ്. ഇപ്പം നമ്മുടെ അടുത്ത് കഷ്ണമൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാം. അതേസമയം നല്ല ടേസ്റ്റാട്ടോ, കഷ്ണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. പൊതുവേ തൃശ്ശൂർക്കാർക്ക് പരിപ്പ് കുത്തിപ്പിടിച്ച് കാച്ചാന്ന് പറഞ്ഞൊരു ഫീലിങ്സ് തന്നെയാണ്. അത് നല്ലൊരു ഇഷ്ടമാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും നമ്മുടെ കറി. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.